രണ്ട് സൈഡിലായിട്ട് കാണാൻ പറയാം. സ്കൈയൊക്കെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. വെയിലുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് വയ്യ. ഇത് എന്താണ് കാണുന്നത്? രായി പറഞ്ഞില്ലേലും കുഴപ്പമില്ല. അവരൊക്കെ വെയിലത്ത് ഇരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോയത് ഇപ്പം നല്ല വെയിലുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു നമുക്ക് കുറച്ച് കൂട്ടുകാരെ അവിടെ നിന്ന് കിട്ടി. അവരുമായിട്ട് കുറേ സമയം ചിലവഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഇരുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് ആ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് നമ്മളിനി നേരെ പോകാൻ പോകുന്നത് 4 മണിക്കാറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ വെള്ളായണി ആ ഒരു കാലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ഥലം. എല്ലാ സ്ഥലവും പാടങ്ങൾ പോലെ കിടക്കുന്ന പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. പോയതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇത് 4 മണിക്കാറ്റെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ ഇതും മാപ്പ് കണ്ടിട്ടാണ് പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് നല്ല വെയിലുള്ള സമയത്താണ് 4 മണി. കറക്റ്റ് 4 മണിയാണ്. 3:45 കഴിഞ്ഞ് 4 മണി സമയത്താണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ആകെ ഉള്ളത് ഇവിടെ ഒരു ചെയറാണ് സംഭവം. അവിടെ ഉള്ള ഒരു പാടത്തിൻ്റെ ആ ഒരു ഇതുപോലുള്ള ഒരു സ്ഥലമാണ്. വെള്ളം കയറി കിടക്കുന്ന റിസർവോയർ പോലുള്ള സംഭവം, അത്രേ ഉള്ളൂ. പക്ഷേ വൈകുന്നേര സമയമൊക്കെ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ വേണമെങ്കിൽ നടത്താൻ വേണ്ടിയിട്ട് കൊള്ളായിരുന്നു. ഇതും ടൂറിസ്റ്റ് പ്ലേസ്, ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് നമ്മുടെ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ നിന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്നൊരു സ്ഥലമായതുകൊണ്ട് നമ്മളിങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇതിൽ കൂടെ കാണുമ്പോൾ മാരകവിയാണ്. ഇവിടെ റോഡിൻ്റെ സൈഡിൽ 2 സൈഡിലായിട്ട് കാണാൻ പറയാം. സ്കൈയൊക്കെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. വെയിലുണ്ട് കേട്ടോ. മഴ മുന്നറിയിപ്പും എല്ലാം ഉണ്ടായിരുന്നതാണ്. ഇന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യം പോലും സംശയമായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല വെയിൽ കട്ടക്ക് വെയിലാണ്. അയ്യോ, എൻ്റെ കൂടെ കപ്പലണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. കപ്പലണ്ടി തൊട്ട് മുന്നേ വാങ്ങിച്ച കപ്പലണ്ടി. അപ്പോൾ ഇത് അടിപൊളിയായിരിക്കും അല്ലേ? അടിപൊളിയായിരിക്കും എന്നല്ല, അടിപൊളിയാണ്. നമുക്ക് എല്ലാ സ്ഥലങ്ങളും നമ്മളെ യാത്രയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വെറൈറ്റി സ്ഥലങ്ങൾ നമ്മൾ, അല്ലെങ്കിൽ ഒരു ജില്ലയിൽ പത്തനംതിട്ട നോക്കുമ്പോൾ നമുക്ക് കോന്നി, ആനക്കൂട് നമ്മൾ പോയിട്ടുള്ളതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് നമ്മൾ പോകാൻ ശ്രമിക്കാത്തത്. അപ്പോൾ ഇതൊരു നമുക്ക് വയലെന്ന് പറയാം. വയലല്ല, ചെടികൾ, പഴനില. നമ്മളവിടെ ആണെങ്കിൽ പഴനിലെന്ന് പറയും. പായൽ, ചെടികളൊക്കെ ഉണ്ട്, തോടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള. പിന്നെ ഒരുപാട് കിളികൾ, കൊക്കുകൾ ഒക്കെ നിൽക്കുന്ന കാണാം. നമ്മുടെ തിരുവനന്തപുരത്ത് ഇതുമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം വെള്ളായണി പോലെ ഉള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചില വീഡിയോസൊക്കെ കണ്ടു യൂട്യൂബിൽ ചെറുതായിട്ട് ഉള്ളത്. അപ്പോൾ ഇവിടെ തിരക്കൊണ്ടോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഇതുപോലത്തെ ഒരു സ്ഥലം, നല്ല പച്ചപ്പുള്ള സ്ഥലം, വെള്ളമുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ, കൊക്ക്, കിളികൾ, കുറേ വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഈ ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ആളൊഴിഞ്ഞ ഒരു സ്ഥലം കൊള്ളാം. ഓക്കെ, അത് കണ്ട നമ്മളെ വിൻഡോസിലിടുന്ന ഒരു വാൾപേപ്പറിനെ പോലെ ഉണ്ടല്ലേ. നിറയെ സ്കൈയൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരമ്പലം. നമ്മളെ വണ്ടി കിടക്കുന്നതോ ഇവിടെ വൈറ്റ് ഡോട്ട്. അതെ, നമ്മളെ വണ്ടി അവിടെ നടക്കുന്നത്. ഇതാ പോകുന്നു കൊക്ക്. വലിയൊരു കൊക്ക് എനിക്ക് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ 4 മണിക്കാറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള കാഴ്ചകൾ. അപ്പോൾ ഇതിൽ കൂടെ കാണുമ്പോൾ ഒരു നല്ല ബ്യൂട്ടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം നടുക്കൂടെ റോഡും ഈ സൈഡിൽ
വയൽ പോലെയുള്ള നല്ല പച്ചപ്പ്, അതുപോലെ തന്നെ ഈ സൈഡിൽ പച്ചപ്പ്, നടുക്കൂടെ റോഡ്. ഇത് കാണുമ്പോൾ നല്ലൊരു ബ്യൂട്ടി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ വന്ന സമയം കുറച്ച് വെയിലുള്ള സമയം ആയതുകൊണ്ട് മാത്രമുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി അടിപൊളിയാണ്. ഇപ്പോൾ ചൂടാണ്, മഴ ഞെരിച്ചുവെങ്കിലും ഇപ്പോൾ നല്ല ചൂടാണ്. എന്നാലും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ഈ സ്ഥലം. കാരണം ഇത്രയും പച്ചപ്പുണ്ട്, ബാക്കിലുള്ള ആകാശവും ഇതൊക്കെ കാണുമ്പോൾ വിഷ്വൽ എന്തായിരുന്നാലും നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഈ സൈഡിൽ അങ്ങ് ദൂരെ ഒരു പള്ളി കാണുന്നുണ്ട്, ഒരു പള്ളിയുടെ ഗോപുരം കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും വലിയ ഏരിയ, അത് അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ ഈ ഒരു പ്ലോട്ട് ഇതുപോലെ ഇത്രയും സ്ഥലവും അവിടെ നിന്ന് അങ്ങ് നീണ്ടു കിടക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അവിടെയാണ് ക്ഷേത്രം. ഇത്രയും വലിയൊരു ഏരിയ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 4 മണിക്കാറ്റ് എന്ന് പറയുന്ന ഗൂഗിളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള 4 മണിക്കാറ്റ് എന്ന് പറയുന്ന സ്ഥലം. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഇനി പത്തനംതിട്ട ജില്ല വിടാൻ പോവുകയാണ്. ഇനി നേരെ ആലപ്പുഴ ജില്ലയിലോട്ട് കയറാനുള്ള പ്ലാനാണ്. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും വഴി പിന്നെയും ചിലപ്പോൾ കയറേണ്ടി വരും. ചിലപ്പോൾ അത് ബോർഡറിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ കയറേണ്ടി വരും. എന്നാലും ഇപ്പോൾ പത്തനംതിട്ട നമ്മൾ കവർ ചെയ്തു, ഏകദേശം കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ആലപ്പുഴ ജില്ലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി ഇവിടെ നിന്ന് അടുത്തൊന്ന് റൂട്ടൊന്ന് സെറ്റാക്കുക, പോവുക. നമ്മളെ വണ്ടി അവിടെ കിടപ്പുണ്ട്, അവരൊക്കെ വെയിലത്ത് ഇരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോയത് ഇപ്പോൾ നല്ല വെയിലുണ്ട്. ഇനി അടുത്ത് നമ്മളെ റൂട്ടൊന്ന് സെറ്റാക്കുക, അങ്ങോട്ട് പോവുക. മണിക്കാറ്റ് ആ സ്ഥലം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇനി അടുത്ത് പോകുന്നത് വീണ്ടും ഒരു പാറയിലേക്കാണ്. ഹിമാലയൻ പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് ഇനി ഒരു 6 കിലോമീറ്റർ, നമ്മൾ അവിടെ നിന്ന് ഒരു 6 കിലോമീറ്ററാണ് ഉള്ളത് ഹിമാലയൻ പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇന്ന് ഉച്ചവരെ കുറച്ച് വെള്ളച്ചാട്ടങ്ങളും പാറകളും ഒക്കെ എടുത്തു. അതിന് ശേഷം ഇനിയും കുറച്ച് സമയം, നമ്മൾ ഏകദേശം വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ ഉണ്ട്. നമ്മൾ ഇവിടെ അടുത്തുള്ള തന്നെ കുറച്ച് സ്ഥലങ്ങൾ എടുത്തതിന് ശേഷം നാളെ നമുക്ക് ആലപ്പുഴയുള്ള സ്ഥലങ്ങളാണ് നാളെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ ചെങ്ങന്നൂരിന് അടുത്തുള്ള ചെറിയ സ്ഥലങ്ങൾ, ഇവിടെ ഇനി വേറെ വലിയ സ്ഥലങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മൾ നോക്കി മാക്സിമം സെർച്ച് ചെയ്ത് നോക്കി, ഇവിടെ അടുത്തുള്ള ചെറിയ സ്ഥലങ്ങളാണ്. അടുത്തുള്ള ഏറ്റവും അടുത്തായിട്ടുള്ള ഹിമാലയൻ പാറ എന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹിമാലയൻ പാറ സെർച്ച് ചെയ്താണ് വന്നത്. നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഇതുവഴി നടന്നങ്ങ് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മുന്നോട്ട് നടന്നു നോക്കാം. ഇത് തന്നെ പാറ പോണ വഴി. നമ്മൾ ഹിമാലയൻ പാറ സെർച്ച് ചെയ്താണ് വന്നത്. നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഇതുവഴി നടന്നങ്ങ് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മുന്നോട്ട് നടന്നു നോക്കാം. ഇത് തന്നെ പാറ പോണ വഴി. പാറയുടെ പേര് വളരെ വെറൈറ്റിയാണ്, ഹിമാലയൻ പാറ എന്നാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റാണ് നമ്മൾ മാപ്പിൽ കണ്ടത്. ഇവിടെ നമ്മൾ ആ റോഡിൽ നിന്ന് കുറച്ച് ദൂരം നടന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അതുപോലെ കോൺക്രീറ്റ് റോഡ്, കുറച്ച് ദൂരം അകത്തോട്ട് നടന്നു വന്നാൽ
പോകുമ്പോൾ ഉള്ള കാഴ്ച നമുക്ക് നോക്കാം എന്താണെന്ന്. ഇങ്ങോട്ട് വേലി കെട്ടിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മേ, എൻ്റെ പൊന്നെ, എൻ്റെ അപ്പോൾ ഒരു രക്ഷയില്ല, എനിക്ക് വയ്യ. ഇത് എന്താണ് കാണുന്നത്? രാഗി പറഞ്ഞില്ലേലും കുഴപ്പമില്ല, കൊച്ചിനങ്ങോട്ടാണ്. ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ. ഇത് പേര് കറക്റ്റാണ്. ഇവിടെ നിന്നാ സത്യം പറഞ്ഞ നല്ല അതാണ് പറഞ്ഞ സത്യം പറഞ്ഞാൽ തല ഇറങ്ങും കേട്ടോ. ഇവിടുന്ന് അങ്ങ് അടുത്തോട്ട് പോകാൻ പോലും തോന്നല്ല. ആ കണക്കിനുള്ള അങ്ങോട്ട് പോകണ്ട എൻ്റെ പോകണ്ട. അപ്പോൾ ഇത് പാറ പൊട്ടിച്ചുള്ള ഒരു പാറ പൊട്ടിച്ചൊരു ഇതാണ്. പാറക്കോറിയല്ലേ ഇത്? ആണല്ലോ, പാറക്കോറിയാണ്. പാറ അടിച്ച് തുറന്നിട്ടുള്ള സ്ഥലമാണ്. ഒരു എന്ത് പറയണമെന്നറിയില്ല കേട്ടോ. താങ്ക് യു. എന്താ പേര്? ഋത്തിക്. വേണ്ട ഇതാ. ഓക്കെ, എൻ്റെ പേര് പറഞ്ഞു. അർജുൻ. നിങ്ങളെ സ്ഥലം എവിടെ? നിങ്ങൾ അവിടെ പോയിട്ടാ പറഞ്ഞത്? കുറെ പാറയും വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് അതെ. ഇന്ന് രാവിലെ നമ്മളോട് ഒരു 5 പയ്യന്മാരുണ്ടായിരുന്നു, നിങ്ങളെ പോലെ തന്നെ ഒരു 5 പയ്യന്മാർ. നമ്മൾ അവരുടെ സ്ഥലമൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അങ്ങനെ ട്രാവൽ ഡയറി. അപകടം നടന്നിട്ടുണ്ട്. അപകടങ്ങൾ വല്ലതൊക്കെ നടന്നിട്ടുണ്ട്. അയ്യോ, ചെറിയ പാറ, വലിയ പാറയാ? വലിയ പാറ, ഭയങ്കര സൈസ്. അത് ആ ഒരു കൈവരി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ അതിനകത്ത് വീഴും, ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഹൈറ്റാണ്. നമ്മൾ ആദ്യം കാണുമ്പോൾ പറ വേറെ പാറയെ കുറിച്ച് പറ. വേറെ വലിയ പാറ, വെള്ളം, വലിയ പാറ. അതെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വലിയ പാറയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രം നമുക്ക് ക്ഷേത്രത്തിൽ കയറണ്ട. ക്ഷേത്രം. ഓക്കെ. ഇത് പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതിയാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡും ആ പാറയുടെ ബാക്കി ഭാഗമാണ് നമുക്ക് അവിടെ നിന്നാണ് കാണാൻ പറ്റുന്നത്. അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല, നമ്മൾ തിരിച്ച് നമ്മൾ പാറയിലേക്ക് തന്നെ പോവാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഹിമാലയൻ പാറ. എൻ്റെ അമ്മേ, ആ റോഡിൽ നിന്ന് വന്ന് നിന്നപ്പോഴേ നടന്നു വന്നപ്പോൾ വിചാരിച്ചില്ല ഇവിടെ എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന്. എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ല കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എന്ത് താഴ്ചയെന്നാ ഇതിൽ എത്രത്തോളം കാണിക്കാൻ പറ്റുന്നത്. ഭയങ്കര താഴ്ചയാണ്. ഇവിടെ തന്നെ 2 പയ്യന്മാർ വരുന്നത്. ഇഷ്ടംപോലെ മീനുണ്ട്, ഒത്തിരി അധികം അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആദ്യമൊന്നും ഈ ഇതുണ്ടല്ലോ, ഈ ഒരു കൈ ഇതില്ലായിരുന്നെങ്കിൽ ദൈവമേ പറയാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്തായാലും, അല്ലേ ഗ്രേസ് മീഡിയ? പറയൂ, ഇത്രയും പ്രതീക്ഷിച്ചോ? ഒരു രക്ഷയില്ല. മുന്ന വെള്ളം കണ്ടോ? കൊള്ളാമോ? ഒരു കല്ലിട്ട് നോക്കാന്ന് പറയാം. അവിടെ നിന്ന് വന്ന് തീർന്നു എന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് തീർന്നൊന്നുമില്ല. ഇതുണ്ടോ ആ ഒരു പോർഷൻ തുടങ്ങിയതാ. ഈ കാണുന്ന എല്ലാം അതിൻ്റെ ഭാഗവും. നമ്മളെന്താ നിൽക്കുന്നതിൻ്റെ ഇവിടെ ഇല്ലാതാ. ഇതോ അവിടെയൊക്കെ കാണാമോന്നറിയില്ല. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഉള്ളത്.
ഹിമാലയൻ പാറ കണ്ടിട്ട് ഇനി അടുത്ത് ഒരു അക്വാഡക്റ്റ് കാണാൻ പോവാണ്. നേരത്തെ പറഞ്ഞ് നമ്മളൊരു അക്വാഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന്. ചെറിയൊരു അക്വാഡക്റ്റല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ അക്വാഡക്റ്റാണ്. നമുക്കിപ്പോൾ കാണാം, റോഡിൻ്റെ തന്നെ ഇടത് സൈഡിൽ നിന്ന് ആരംഭിക്കുകയാണ് അക്വാഡക്റ്റിലെ കാഴ്ചകൾ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അക്വാഡക്റ്റ് റോഡ് സൈഡിൽ തന്നെയാണ്. ഇത് മുതൽ ഇതിൻ്റെ അങ്ങേറ്റം വരെ നമുക്ക് കാണാനുണ്ട്. നല്ല ലെങ്തിലാണ് ഈ അക്വാഡക്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ അക്വാഡക്റ്റ് ചെയ്തിരിക്കുന്നത് ചെങ്ങന്നൂരിനടുത്ത് പെണ്ണൂക്കര എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് പാണ്ഡവൻ പാറയിലേക്കാണ്. ഒരു ക്ഷേത്രത്തോടനുബന്ധിച്ച് കിടക്കുന്ന ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ പാണ്ഡവൻ പാറയിലേക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ നോക്കാം. ഇവിടെ ഇതിനകത്ത് അവിടെയോ? ആ വേറെ മുകളിൽ എന്തൊക്കെ ഉണ്ട് ചേട്ടാ? മുകളിൽ ഇതിന് സൗണ്ടിന് എന്താ പറയുന്നത്? അവിടെയോ? അത് മുകളിൽ കൂടെ കയറി ഇങ്ങനെ പോകും. ആ അമ്പലത്തിനകത്താണോ പുറത്താണോ? പുറത്ത്. പാണ്ഡവൻ പാറയെ സംബന്ധിച്ച് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഒരുപാട് വാർത്തകളിൽ വന്നതാണ് ഇതിനകത്ത് ഒരുപാട് പ്രത്യേകത നിറഞ്ഞ കല്ലുകളും പാറകളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ നമ്മളെത്തിയ സമയം അല്പം ലേറ്റായിപ്പോയി. 6 മണിക്ക് ശേഷം അതിനകത്തേക്ക് ആരും തന്നെ കയറ്റി വിടുന്നതല്ല. അപ്പം നമുക്ക് അവിടെ നിന്ന്
കൂടുതൽ കാഴ്ചകളൊന്നും കിട്ടിയില്ല. നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോയത്. ഇനി നാളെയുള്ള കാഴ്ചകൾ അതിഗംഭീരമാണ്. കാത്തിരിക്കുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക.